ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ നമ. ശ്രീമദ് നാരായണീയം ദശകം 25 നരസിംഹാവതാരം. ശ്ലോകം 6. ബ്രാഹ്മ്യൻ തം ദിതിജാതമം പുനരപി പ്രോദ്ഗൃഹ്യ ദോർഭ്യാം ച വാദ് ദ്വാരേതോരുയുഗേ നിപാത്യ നഗരാൻ ഉത്കായ ഭക്ഷോഭുവി നിർബിന്ദ്യന്നതിഗർഭനിർഭരകള ദ്രത്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗത്സംഹാരി സിംഹാരവാൻ. ബ്രാഹ്മൃന്ദം ദിതിജാതമം പിടികൊടുക്കാതെ, അത് വട്ടം തിരിയുന്ന അധമനായ ദൈത്യനെ. പുനഃ അഭിജവാത് ദോർഭ്യാം പ്രോദ്ഗൃഹ്യ, രണ്ടാമതും പൊടുന്നനെ 2 കൈകൊണ്ടും മുറുകെ പിടിച്ചമർത്തി ഉയർത്തിയിട്ട് അധദ്വാരേ ഊരുയുഗേ നിപാത്യ, ഉമ്മറപ്പടിയമേൽ തൻ്റെ ഇരു തൊടകളിന്മേൽ മലർത്തി വീഴ്ച് ഭക്ഷോഭുവി നഗരാൻ ഉത്കായ നിർബിന്ദൻ, മാറിടത്തിൽ നഖങ്ങൾ അമർത്തി താഴ്ത്തി മാറി പിളർന്നുകൊണ്ട് അതിഗർഭ നിർഭര ഗളത് രക്താംബുബദ്ധോത്സവം പായം പായം, ഉള്ളിൽ നിന്ന് കുടുകുടിയെ ചാടുന്ന നീണനീര് ബഹുരസമായി തുടരെ പാനം ചെയ്തുകൊണ്ട് ജഗത് സംഹാരി സിംഹാരമാൻ ബഹു ഉദൈരയ, ലോകങ്ങളെയെല്ലാം ചിന്ന ഭിന്നമാക്കുമാറുള്ള സിംഹനാദങ്ങളെ അങ്ങ് ധാരാളമായി പുറപ്പെടുവിച്ചു. അനന്തരം അങ്ങ് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അസുരാധമനായ ഹിരണ്യകശിപനെ 2 കൈകൾ കൊണ്ടും വേഗത്തിൽ ബലമായി പിടിച്ച് വാതിൽക്കിളെ, അതായത് ഉമ്മറപ്പടിയിൽ തൻ്റെ തുടങ്ങളിന്മേൽ വീഴ്ത്തി അവൻ്റെ മാറിടത്തിൽ നഖങ്ങളെ തറച്ച് താഴ്ത്തി മാറിടം വളർന്നിട്ട് ഉള്ളിൽ നിന്ന് ധാരാളമായി പുറത്തേക്ക് ഒഴുകി വരുന്ന രക്തത്തെ അത്യുത്സാഹത്തോടെ വീണ്ടും കുടിച്ചുകൊണ്ട് സകല ലോകങ്ങളെയും സംഹരിപ്പാൻ കരുത്തുള്ള അട്ടഹാസത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. ശ്ലോകം 7. തെക്വാ തം ഹതമാശു രക്തലഹരി സിക്തോന്ന മദ്ദർശമണി പ്രത്യുത്പത്യ സമസ്തദൈത്യ പടലീം ചാഖ്യാധ്യാമാനെ ത്വയി ബ്രാഹ്മ്യത് ഭൂമി വികമ്പിതാംബുദികുലം വ്യാലോല ശൈലോത്കരം പ്രോത്സർപദ്ഗജരം ചരാചരമഹോ ദുസ്താമവസ്ഥാം ദദ്ദൗ. തൊയി ആശുഹതം തം തെക്വാ, അവിടുന്ന് ക്ഷണത്തിൽ കൊന്നുകളഞ്ഞ ആ ഹിരണ്യകശിപുവിനെ വിട്ടുവെച്ച് രക്തലഹരി സിക്തോന്മത് വർഷ്മണി പ്രത്യുത്പത്യ, ചോര വീണ് നനഞ്ഞതും പൊന്തി ഉയരുന്നതുമായ ശരീരത്തോട് കുതിച്ച് ചാടിയിട്ട് സമസ്തദൈത്യ പടലീം ചാഗാധ്യമാനെ, സകല ദൈത്യ സമൂഹത്തെയും വീണ്ടും കടിച്ചുടക്കവേ അഹോ ചരാചര്യം, ആശ്ചര്യമേ സ്ഥാവരജംഗാത്മകമായ ഈ ജഗത്താകെ ബ്രാഹ്മ്യത് ഭൂമി വികമ്പിതാം ബുധികുലം വ്യാലോല ശൈലോത്കരം, വല്ലാതെ ചൊല്ലുന്ന ഭൂമിയോട് കൂടിയതും ഇളകി മറിഞ്ഞ സമുദ്രത്തോടു കൂടിയും കിടന്നു കുലുങ്ങുന്ന പർവ്വതങ്ങളോട് കൂടിയതും ശൈലോത്കരം പ്രോത്സർപദ്ഗജരം തെറ്റിത്തെറിക്കുന്ന ജ്യോതിർഗോളങ്ങളോട് കൂടിയതുമായിട്ട് ദുസ്താം അവസ്ഥാം ദദോ, നിലതെറ്റിയ ഒരു മട്ടിലായി തീർന്നു. അങ്ങ് വേഗത്തിൽ തന്നെ കൊല്ലപ്പെട്ട ആസുരനെ അപേക്ഷിച്ച് രക്തപ്രവാഹത്താൽ നനഞ്ഞതും വളർന്നുകൊണ്ടിരിക്കുന്നതുമായ ശരീരത്തോടു കൂടിയവനായിട്ട് മേൽപോട്ട് കുതിച്ച് ചാടിയിട്ട് എല്ലാ അസുര സമൂഹത്തെയും തുടരെ കടിച്ചു തിന്നാൻ തുടങ്ങിയപ്പോൾ ലോകമാസകലം ചുറ്റിത്തിരിയുന്ന ഭൂമണ്ഡലത്തോടും കലങ്ങിമറിയുന്ന സമുദ്രങ്ങളോടും ആടിയുലയുന്ന പർവ്വതങ്ങളോടും മേൽപോട്ട് തെറിയിക്കുന്ന ജ്യോതിർഗോളങ്ങളോടും കൂടിയതായി തീർന്നിട്ട് വല്ലാത്തൊരു ദുരവസ്ഥയെ പ്രാപിച്ചു. ഹിരണ്യകശിപുവിൻ്റെ അനുചരന്മാരെ നഖായുധത്താൽ നിഗ്രഹിച്ചവനെന്നല്ലാതെ കടിച്ചു തിന്നതായി ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. ശ്ലോകം 8. താപന്മാംസവപാകരാളവപുഷം ഘോരാന്ത്രമാലാധരം ത്വാം മധ്യേ സപമിദ്ധരോഷമുഷിതം ദുർവാരവം അഭ്യേദം ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാ ഭൈരവ സർവേ ശർവ വിരിഞ്ച വാസവമുഖ.
പ്രത്യേക മത്തോഷത. താവത് ആ സമയത്ത് മാംസവഭാ കരാള വപുഷം, മാംസത്താലും വഭയാലും ഭയങ്കരമായി തീർന്ന ശരീരത്തോടു കൂടിയവനും ഘോരാന്തരമാലാതരം കിടിലം കൊള്ളിക്കുന്ന കുടൽമാല ധരിച്ചവനും ദുർവാരവം ചെവി തുളച്ചു കയറുന്ന മഹാസിംഹനാഥം മുഴക്കുന്നവനും മധ്യേ സഭം യുദ്ധരോഷം കുഷിതം സഭാമധ്യത്തിൽ വർദ്ധിച്ച കടും കോപത്തോടെ ഇരുന്ന് അരിളിയവനുമായ ത്വാം അഭ്യേദം അങ്ങയുടെ അടുത്തേക്കൊന്ന് ചെല്ലുവാൻ ഭുവനേ കോപി ശശാക ലോകത്തിൽ ഒരുവനും ശക്തനായില്ല. സർവവിരിഞ്ച വാസവമുഖ സർവേ ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങിയ എല്ലാവരും ഭീരവ ദൂരേ സ്ഥിത പേടിച്ച് വിറച്ചകലെ നിന്നുകൊണ്ട് പ്രത്യേകം അസ്തോഷത വെവ്വേറെ അങ്ങയെ സ്തുതിച്ചു. ആ സമയത്ത് മാംസം വപ എന്നിവ കൊണ്ട് ഭയാനകമായ ശരീരത്തോടു കൂടിയവനും ഭയങ്കരമായ കുടൽമാല ധരിച്ചവനും വർദ്ധിച്ച കോപത്തോടു കൂടിയവനും തടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗംഭീരമായ അട്ടഹാസത്തോട് കൂടിയവനുമായി സഭാമധ്യത്തിലിരിക്കുന്ന അങ്ങയെ സമീപിക്കാൻ ലോകത്തിൽ ആരും തന്നെ ശക്തനായില്ല. പരമശിവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയവരെല്ലാവരും തന്നെ ഭയപ്പെട്ടവരായിട്ട് ദൂരെ നിന്നുകൊണ്ട് പ്രത്യേകം അങ്ങയെ സ്തുതിച്ചു. ശ്ലോകം 9. ഭൂയോപ്യക്ഷതരോഷ്ടാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോ നമത്യഭവയേ കാരുണ്യാഭാരാകുല ശാന്തസ്ത്വം കരമസ്യ മോദനേ സമദാ സ്തോത്രൈരഥോദ്ഗായത തസ്യാ കാമദിയോപിതേനിദവരം ലോകായത്വാനുഗ്രഹം. ഭൂയ അഭി ഭവതി അക്ഷതരോഷദാംനി. പിന്നെയും അവിടുന്ന് അടങ്ങാത്ത കടും കോപത്തിന് ആശ്രയമായി വർത്തിക്കവേ ബ്രഹ്മാജ്ഞയ ബാലകെ ബ്രഹ്മാവിൻ്റെ ആജ്ഞ ഹേതുവായിട്ട് കുട്ടി പ്രഹ്ലാദ അഭവയേ പതയോ നമതി. ബ്രഹ്മാവിൻ്റെ ആജ്ഞ ഹേതുവായിട്ട് കുട്ടിയായ പ്രഹ്ലാദൻ പേടി കൂടാതെ തൃക്കാൽക്കൽ വന്ന് നമസ്കരിച്ചപ്പോൾ ത്വം കാരുണ്യഭാരാകുല ശാന്ത അവിടുന്ന് കനപ്പെട്ട കരുണയാൽ പരവശനും ശാന്തനുമായിട്ട് അസ്യ മൂർധനി കരം സമ്മദ്ധ ഈ പ്രഹ്ലാദൻ്റെ നെറുകിൽ കൈ അമർത്തി വെച്ചു. അധ സ്തോത്രേ ഉദ്ഗായത തസ്യ അഘാമദ്യ അഭിവരം തേനിത. എന്നിട്ട് ഉറക്കെ സ്തുതികൾ പാടി വാഴ്ത്തുന്ന കുട്ടിക്ക് അവന് അശേഷവും ആവശ്യമില്ലായിരുന്നു എങ്കിലും വരമരുളി. ലോകായ അനുഗ്രഹം ച ലോകത്തിന് അനുഗ്രഹത്തെയും അരുളി. അങ്ങ് പിന്നെയും കുറയാത്ത കോപത്തിന് ഇരിപ്പിടമായിരിക്കെ ഭയമില്ലാത്തവനായ പ്രഹ്ലാദബാലൻ ബ്രഹ്മാവിൻ്റെ ആജ്ഞയനുസരിച്ച് അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ അങ്ങ് ശാന്തനായി തീർന്നിട്ട് വർദ്ധിച്ച കാരുണ്യത്താൽ പരവശനായി അവൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അനന്തര സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നവനായ അവന് ആഗ്രഹമില്ലാത്തവനായിരുന്നിട്ടും വരമരുളി ലോകത്തിനായി അനുഗ്രഹത്തെയും നൽകി. ശ്ലോകം 10. ഏവം നാടിതരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിത ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമ അത്യന്തശുദ്ധാകൃതേ തത്താദ്രേകിലോത്തരം പുനരഹോ കസ്താം പരോലങ്കയേത് പ്രഹ്ലാദ പ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത് പാഹി മാം. ഏവം നാടിതരൗദ്ര ചേഷ്ടിത ഇപ്രകാര രൗദ്രമായ ഒരു വ്യാപാരത്തെ നടിച്ച് കാട്ടിയവനും അത്യന്ത ശുദ്ധാകൃത ഏറ്റവും ശുദ്ധമായ ആകാരത്തോടു കൂടിയവനും സീതാപനിയാഭീത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ വിഭോ നൃസിംഹ താപനീയം എന്ന ഉപനിഷത്തിൽ ഘട്ടമായി പാടിപ്പോഴ്ത്തിയിട്ടുള്ള സകല മാഹാത്മ്യങ്ങളോടും കൂടിയവനും സർവവ്യാപിയുമായ ഭഗവാനെ തത്താദൃങ്ങഖിലോത്തരം തത്താദൃക്കും സർവോത്കൃഷ്ടനായ അങ്ങേയാകട്ടെ മറ്റ് ആർ കടന്നാക്രമിക്കും. ആശ്ചര്യം. ഹേ പ്രഹ്ലാദപ്രിയ മരുത്പുരപതേ മാം സർവാമയാത്മാക്കി. അല്ലയോ പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ ഈയുള്ളവനെ സകല രോഗങ്ങളിൽ നിന്നും കാത്തരുളുമാറാകണമേ.
ഇപ്രകാരം നടിക്കപ്പെട്ട ഭയങ്കരമായ ചേട്ടുകത്തോടു കൂടിയവനും ശ്രീ നൃസിംഹതാപനീയം എന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായി വർണ്ണിക്കപ്പെട്ട മാഹാത്മ്യത്തോടു കൂടിയവനും അത്യധികം നിർമ്മലമായ സ്വരൂപത്തോടു കൂടിയവനും മറ്റെങ്ങും തന്നെ തുല്യനായി ആരുമില്ലാത്തവനും സർവോത്കൃഷ്ടനുമായ അങ്ങയെ ഇനിയും അന്യനായ ആര് കടന്നാക്രമിക്കും? ആശ്ചര്യം! പ്രഹ്ലാദനിൽ പ്രീതിയോടു കൂടിയവനും വിഭുവുമായ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു.